ഈ ഒരു വാർത്ത ഇന്ന് പലരും കണ്ടിട്ടുണ്ടാകും. പാരസെറ്റമോൾ സിറപ്പിന്റെ ഡോസ് മാറിയ കാരണം ഒരു കുട്ടി അത്യാസന്ന നിലയിലാവുകയും ഇപ്പോൾ ഐസിയുലൊക്കെയാണെന്നാണ് കേട്ടത്. ഇനിയെങ്കിലും നമ്മുടെ രക്ഷിതാക്കൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. പാരസെറ്റമോൾ എന്ന് പറയുന്നത് സിറപ്പ് ഫോമിലുണ്ട്, ഡ്രോപ്സ് ഫോമിലുണ്ട്. ഇത് രണ്ടിന്റെയും ഡോസ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഈ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം. പാരസെറ്റമോൾ സിറപ്പ് അല്ലെങ്കിൽ കാൽപ്പൊളക്ക് വരുന്നത് 5 ml 120 മില്ലിഗ്രാം എന്ന ഡോസിലാണ്. എന്നാൽ ഇതേ സമയത്ത് ഡ്രോപ്സ് വരുന്നത് 1 ml തന്നെ 100 മില്ലിഗ്രാം ഉണ്ട്. അതായത് 5 മില്ലി ഡ്രോപ്സ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, മാറിയിട്ട് കൊടുക്കുകയാണെങ്കിൽ 5 മില്ലി ഡ്രോപ്സിൽ 500 മില്ലിഗ്രാം പാരസെറ്റമോൾ ഉണ്ടാവും. അതായത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റിൻ്റെ അത്രയും ഡോസ് വരും. അതുകൊണ്ട് ഡ്രോപ്സും സിറപ്പും ഒരിക്കലും മാറിപ്പോകരുത്. ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് ഡോക്ടറെ അടുത്ത് ചോദിക്കണം, ഡ്രോപ്സ് ആണോ സിറപ്പാണോ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യണം. അതേപോലെ തന്നെ ഫാർമസിസ്റ്റ് വ്യക്തമായിട്ട് നോക്കണം, ഡ്രോപ്സ് ആണോ സിറപ്പാണോ അതിൻ്റെ ഡോസ് എഴുതിയിരിക്കുന്നത്. ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് പരമാവധി വ്യക്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക, ഇത് ഡ്രോപ്സ് ആണോ അതോ സിറപ്പ് ഫോം ആണോ എന്നുള്ളത്. പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ പരമാവധി ഡിജിറ്റലൈസ് ചെയ്തിട്ട് ടൈപ്പിംഗ് പ്രിൻ്റ് രൂപത്തിലാക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമാകും.